നമ്മൾ ഇന്ത്യൻസിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് മധുരം. നമുക്ക് എന്ത് സെലിബ്രേഷൻ ആവട്ടെ, വെഡിങ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്, ജോലി കിട്ടുക, അല്ലെങ്കിൽ എക്സാം പാസ് ആവാം, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നത് മധുരം കൊടുത്തിട്ടാണ്. അത് പായസം ആവാം, അല്ലെങ്കിൽ ഒരു ബോക്സ് ലഡു ആവാം, എന്താണോ നമ്മൾക്ക് അപ്പൊ തോന്നുന്നത് അതായിരിക്കും അത് പങ്കുവെച്ചിട്ടായിരിക്കും നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആചാരമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആചാരമായിരിക്കും, മധുരം കഴിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഈ മധുരമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ എന്താ പറയാ, വിഷമിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വാശി പിടിക്കുകയോ കരയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ചോക്ലേറ്റ് കൊടുത്തിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് നോക്കും. ഇത് ഇപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ട്. കുട്ടികൾ കരയുന്ന സമയത്ത് മധുരം കൊടുക്കുക, അവരുടെ ആ ഒരു ഇമോഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷുഗർ വല്ലപ്പോഴും ഒക്കേഷണലി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. ഈവൻ നമ്മൾ റിഫൈൻഡ് ഷുഗർ ഡെയിലി ലൈഫിൽ തന്നെ വളരെ ചെറിയ തോതിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ പ്രശ്നമാവുന്നത് അമിതമായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ്. ഷുഗറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തുന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ അത് ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ ആ ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ഇൻടേക്കിന് നിങ്ങൾ ഒരു കടിഞ്ഞാണിടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കുക. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇനി അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ലക്ഷണം ഷുഗർ ക്രാഷ് ആണ്. അതായത് നമ്മൾ എന്താ പറയുക, കൂടുതലായിട്ട് ഷുഗർ ഇൻടേക്ക്. ഷുഗർ എന്ന് പറയുന്ന റിഫൈൻഡ് ഷുഗർ മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ചായയിലും കാപ്പിയിലും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ ഷുഗർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹിഡൻ ഷുഗേഴ്സ് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ പാക്കേജ് ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഷുഗർ ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഈ നോ ഷുഗർ അല്ലെങ്കിൽ സീറോ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ പാക്കറ്റ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ അതിനകത്തും ഷുഗർ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നല്ലപോലെ ന്യൂട്രീഷണൽ ഫാക്ട് ഒക്കെ വായിച്ച് നോക്കിയിട്ട് വേണം. ലേബൽ വായിക്കാൻ തുടങ്ങണം നമ്മൾ. ആ ലേബലൊക്കെ വായിച്ചതിൽ എത്ര ഷുഗർ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടേ നമ്മൾ പാക്കേജ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് വാങ്ങാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈ അരിയാഹാരങ്ങള്, ഗോതമ്പിന്റെ പലഹാരങ്ങള്, അതുപോലെ നമ്മൾ ഈ എനർജി കാർബോഹൈഡ്രേറ്റ് വരുന്ന ഫുഡ് ഓപ്ഷൻസിലൊക്കെ തന്നെ ഷുഗർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോ നമുക്ക് ഈ ഷുഗർ ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മധുരം ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാർബ് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആ ഒരു കഴിക്കുന്ന സമയത്ത് നല്ല സന്തോഷമായിരിക്കും, നല്ല എനർജി ആയിരിക്കും. പക്ഷെ അത് കഴിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ക്രാഷ് ആവും. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും മുഴുവനായിട്ട് കഴിക്കാനായിട്ട്. പക്ഷെ കഴിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സദ്യയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മന്ദത വരാറില്ലേ? നമ്മൾ പറയും, ഒരു പാമ്പ് ഇരവിഴിഞ്ഞതുപോലെ ഇനി എനിക്ക് ഒന്നിനും ആവില്ല, നമ്മൾ ഉറങ്ങാനായിരിക്കും നോക്കുക. ശരിക്കും നമ്മൾ നല്ലൊരു ഫുൾ മീൽ കഴിച്ചു, ശരിക്കും നമുക്ക് എനർജി അല്ലേ വരേണ്ടത്. പക്ഷെ ആ എനർജിക്ക് പകരം എനർജി ക്രാഷ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര ഫാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും, നമുക്ക് ഒന്നിനും ഒരു ഉഷാറില്ല, എപ്പോഴും ഒരു എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന അവിടെ ഇരുന്ന് പോവുക. അപ്പൊ അങ്ങനെ ഭയങ്കര ലോ എനർജി മോഡിലാണ് നിങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഷുഗർ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടാവാം. ഇനി അടുത്തത്, ഇതൊരു പക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഷുഗർ ക്രേവിങ്സ്. നമ്മളിപ്പോ നല്ലൊരു മീൽ കഴിച്ചു കഴിഞ്ഞാൽ പോലും, ഇപ്പൊ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ വരിക, ഉച്ചയ്ക്കും വൈകുന്നേരം ഉള്ള സമയത്താണ് ഇത് വരിക. നമ്മൾ നല്ലൊരു മീലായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ കാർബും പ്രോട്ടീനും എല്ലാം ബാലൻസ് ചെയ്തിട്ടുള്ള ഭക്ഷണമായിരിക്കും. പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം, അത് ചിലപ്പം ഒരു ഡേറ്റ്സ് ആയാലും ഓക്കെയാണ്, എന്തെങ്കിലും ഒരു മധുരം എന്റെ വയറ്റിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ എന്റെ വായിക്ക് അതിന്റെ രുചി അറിയണം. അങ്ങനെ നമുക്ക് തോന്നുന്നതും ഈ ഒരു ഷുഗർ അതായത് ഷുഗർ എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ ആണ്, ഒരു ലഹരിയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് അത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് വരിക. അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ ഒരു ബിഗ് മീൽ എടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഡെസേർട്ട് കഴിക്കാൻ തോന്നുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലക്ഷണമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അത് നമുക്ക് മാറ്റാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. ഒരു ഡേറ്റ്സ് എടുത്ത് കഴിക്കാം, ഒരു പ്രൂൺ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ശർക്കരയുടെ ഒരു ചെറിയൊരു പീസ് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം, ഡാർക്ക് ചോക്ലേറ്റിന്റെ പീസ് കഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്രേവിംഗ് മാറ്റാവുന്നതാണ്. പക്ഷേ ഈ ക്രേവിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ നല്ല രീതിയിലാണ് ഷുഗർ എടുത്തോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അമിതമായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന ശീലം നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ളത് നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുക, ആക്നീസ് ഉണ്ടാവുക, നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആവുക, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവും. കാരണം ഷുഗർ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഷുഗർ മാത്രമല്ല, നമ്മൾ കാർബ് കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജനെയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എപ്പോഴും ബ്രേക്ക് ഔട്ട്സ് വരിക, ആക്നീസ് വരിക, നമ്മുടെ സ്കിന്ന് ഡൾ ആയതുപോലെ തോന്നുക, ആ ഒരു ഗ്ലോ നഷ്ടപ്പെടുക, നമ്മുടെ മുഖം എപ്പോഴും പഫി ആയിട്ടിരിക്കുക, ഇതിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് ആണ്.
ഇനിയുള്ളത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഏരിയയിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുക. ഇതിനൊക്കെ ഒരു റീസൺ അമിതമായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് ആയിരിക്കാം. ഷുഗർ, അതായത് കൂടുതലായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലും, അത് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അത് എന്ത് ഫുഡ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള കലോറി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഷുഗർ നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കാർബ് ഓപ്ഷൻസ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ എക്സസ് ആയിട്ട് വരുന്ന കലോറി നമ്മുടെ ഈ ഒരു മിഡ് പോർഷൻ, അതായത് നമ്മുടെ ബെല്ലി ഏരിയയിലാണ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ആവുന്നത്. സോ നമുക്ക് കുടവയർ ഉണ്ടാവാനും പൊണ്ണത്തടി ഉണ്ടാവാനും ഉള്ള ഒരു റീസൺ അമിതമായിട്ടുള്ള ഒരു ഷുഗർ ഇൻടേക്ക് ആണ്. ഇനിയുള്ളത് മൂഡ് സ്വിങ്സ് ആൻഡ് ഇറിറ്റബിലിറ്റി. അത് എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മളുടെ ആ ഒരു ഹോർമോണൽ ആ ഒരു ജേണിയിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സും ഇറിറ്റബിലിറ്റിയും ഒക്കെ. നമുക്ക് ഈ പീരിയഡ്സിന്റെ സമയത്തൊക്കെ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. അപ്പോൾ ഈ സ്വീറ്റ്സ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഈ മധുരം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കൂടും കുറയും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡി തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മുടെ ഇമോഷൻ ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്നായിരിക്കും സന്തോഷം വരുന്നത്. ആ സന്തോഷം എന്താ പറയുക, ചിലപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആ ഒരു പീക്ക് സന്തോഷത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മളൊരു എന്താ പറയുക സാഡ് ആയിട്ടുള്ള മൂഡിലോട്ട് പോകും. നമ്മുടെ മൂഡ് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വരും. കാരണം ആ രീതിയിലാണ് നമ്മുടെ ഷുഗർ ലെവൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മൂഡും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഷുഗർ ബാധിക്കുന്നത് നമ്മുടെ സ്ലീപ്പിനെയാണ്. നമ്മളിപ്പോ നല്ലപോലെ ടയേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ബെഡിലോട്ട് പോകുന്നത്. പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക, നമുക്ക് ഒട്ടും ഉറക്കം വരില്ല. നമ്മൾ എത്ര ടയേർഡ് ആണെങ്കിലും നമ്മുടെ ഉറക്കത്തിന് ഷുഗർ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഥവാ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ഓടായിട്ടുള്ള ടൈമിൽ നമ്മൾ എഴുന്നേൽക്കാനുള്ള ചാൻസ്, അതായത് 3 മണി 2 മണിക്കൊക്കെ നമ്മൾ എഴുന്നേൽക്കുക, പിന്നെ നമുക്ക് ഉറക്കം വരിക, ഓവർ തിങ്കിങ് ആയിരിക്കും. ഒരു സൗണ്ട് സ്ലീപ്പിനെയും ഷുഗർ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും, നമുക്ക് എഴുന്നേൽക്കാനേ തോന്നില്ല. നമ്മൾ ചിലപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ 8 മണിക്കൂർ ഉറങ്ങിയത് പോലും ഒന്നും നമുക്ക് തോന്നില്ല, നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഷുഗർ ഇൻടേക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനി ഷുഗർ ബാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ്. നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനനുസരിച്ച് വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കർ ആകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. നമുക്ക് ഈ കഫ്, കോൾഡ്, അലർജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, പനി വരുന്നുണ്ട്, ജലദോഷം, അലർജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ഇൻടേക്കിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഷുഗർ ഇൻടേക്ക് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇവൺ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 3-4 കാര്യങ്ങളെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഷുഗർ ഇൻടേക്കിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഇവൺ നിങ്ങൾ റിഫൈൻഡ് ഷുഗർ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന പാക്കേജ് ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ചിലപ്പം ഹൈ കാർബ് ഡയറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവൺ നിങ്ങൾ ഒരു 7 ദിവസത്തേക്ക് നിങ്ങൾ ഷുഗർ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ആവും, നിങ്ങളുടെ മൂഡ് ഒരുപാട് ഇംപ്രൂവ് ആവും, നിങ്ങളുടെ സ്ലീപ്പ്, സ്ട്രെസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കാണാനായിട്ട് സാധിക്കും. ഷുഗർ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണോ എന്നൊന്നും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഷുഗർ എന്താ പറയുക, ഷുഗറിന്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ടും ഷുഗർ സ്കിപ്പ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മളൊരു നോ ഷുഗർ ചാലഞ്ച് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ആരൊക്കെ റെഡിയാണെന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. എഗെയിൻ ഞാൻ പറയാണ്, ഷുഗർ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഷുഗറും മധുര പലഹാരങ്ങളും ഒക്കെ തന്നെ. അപ്പൊ അത് ഒക്കേഷണലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അമിതമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഷുഗർ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാനായിട്ടും പൊണ്ണത്തടിയും അമിതവണ്ണത്തിലേക്കും പ്രമേഹത്തിലേക്കും ഒക്കെ അത് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ കടിഞ്ഞാണിടാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയുള്ള കാലവും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ചെറുപ്പത്തിലായിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഫുഡുമായിട്ടുള്ള ബാഡ് കണക്ഷൻ നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് വിഷമം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോഴൊന്നും നിങ്ങൾ അവർക്ക് മധുരം കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കാതിരിക്കുക. അവരുടെ ഇമോഷൻ എന്താണോ ആ ഇമോഷൻ അതിനനുസരിച്ചിട്ട് അവർ വിടാനായിട്ട് നോക്കുക. അവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ അത് ദേഷ്യപ്പെട്ട് തന്നെ തീരട്ടെ, കരയാണെങ്കിൽ കരഞ്ഞു തന്നെ തീരട്ടെ. അപ്പോൾ അത് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ വരും. അപ്പൊ അവരെന്താ ചെയ്യുക, ഓക്കെ എനിക്ക് വിഷമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധുരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് സമാധാനം കിട്ടും എന്ന് വിചാരിച്ച് അവർക്ക് ഫുഡുമായിട്ടുള്ള ഒരു ബാഡ് കണക്ഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഫോം ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിലാണ്. അപ്പൊ ആ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണമായിട്ട് ഒരു ബാഡ് കണക്ഷൻ ഉണ്ടാക്കി എടുക്കാതിരിക്കുക. അവരുടെ ഇമോഷൻ എന്താണോ ആ ഇമോഷൻ തന്നെ പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുക. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ അമിതമായിട്ട് ഷുഗർ എടുക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോയിട്ട്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.